ഹലോ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഓരോ അമ്മമാരും അറിഞ്ഞിരിക്കേണ്ട ജീവൻ രക്ഷാ കാര്യങ്ങളെക്കുറിച്ചാണ്. കൂടാതെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നമ്മൾ എപ്പോൾ പേടിക്കണം, എപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോകണം എന്നൊക്കെ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ 5 ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. കുഞ്ഞ് പാല് കുടിക്കാൻ മടി കാണിക്കുന്നു. കുഞ്ഞ് പെട്ടെന്ന് പാല് കുടിക്കുന്നത് നിർത്തുകയോ വലിച്ചു കുടിക്കാൻ വയ്യാത്ത അവസ്ഥയോ വന്നാൽ ശ്രദ്ധിക്കണം. ഇത് ഇൻഫെക്ഷൻ്റെ തുടക്കമാകാം. രണ്ടാമത്തത് ശ്വസന തടസ്സമാണ്. ശ്വാസം എടുക്കുമ്പോൾ നെഞ്ചു കുഴിയുക, മൂക്കിൻ്റെ ദ്വാരങ്ങൾ വല്ലാതെ വികസിക്കുക, അല്ലെങ്കിൽ മിനിറ്റിൽ 60 തവണയിൽ കൂടുതൽ കുഞ്ഞ് ശ്വാസം എടുക്കുക. മൂന്നാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ശരീരം തണുക്കുന്നതാണ്. ഹൈപ്പോതെർമിയ എന്ന് പറയും. പനി മാത്രം നോക്കിയാൽ പോരാ. കുഞ്ഞിൻ്റെ കാൽപാദവും കൈവെള്ളയും ഐസ് പോലെ തണുത്തിരുന്നാൽ അത് വലിയ അപകടമാണ്. ഉടനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ചൂട് കൊടുക്കണം. അടുത്തത് അമിതമായ മഞ്ഞപ്പിത്തമാണ്. കണ്ണിൽ മാത്രം മഞ്ഞ നിറം കണ്ടാൽ പേടിക്കണ്ട. പക്ഷേ അത് ഉള്ളം കൈയിലും കാൽപാദത്തിലേക്കും പടർന്നാൽ ഉടനെ ഡോക്ടറെ കാണിക്കണം. ലഥാർജിയാണ് അടുത്തത് നമ്മൾ സംസാരിക്കുന്നത്. തളർച്ച, എത്ര വിളിച്ചിട്ടും ഉണരാത്ത അവസ്ഥ. കുഞ്ഞിൻ്റെ ശരീരം തളർന്നു കിടക്കുക. ഇത് കണ്ടാൽ ഒട്ടും വൈകിക്കരുത്, ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. ബാക്കി 5 ലക്ഷണങ്ങളാണ് എൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഛർദിൽ സാധാരണയുണ്ടാകുന്ന പാല് തികട്ടലല്ല, മറിച്ച് പച്ച നിറത്തിൽ രക്തം കലർന്നോ ഉള്ള ഛർദിൽ കണ്ടാൽ കുടലിൽ എന്തോ തടസ്സമുണ്ടെന്നാണ് അർത്ഥം. അടുത്തതായിട്ട് അപസ്മാരം. കുഞ്ഞ് വെറുതെ കൈകാലുകൾ കുലുക്കുന്നതല്ല, മറിച്ച് കണ്ണുകൾ മുകളിലേക്ക് പോവുകയോ വായ ചവയ്ക്കുന്നത് പോലെ തോന്നിക്കുകയോ ചെയ്താൽ ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് പൊക്കിൾ കൊടിയിലെ ഇൻഫെക്ഷനാണ്. പൊക്കിളിന് ചുറ്റും ചുവക്കുകയോ പഴുപ്പ് വരികയോ മോശം ഗന്ധം വരികയോ ഒക്കെ ചെയ്താൽ അത് രക്തത്തിലേക്ക് ഇൻഫെക്ഷൻ പടരാൻ കാരണമാകും. കുഞ്ഞിൻ്റെ നിറം മാറ്റമാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. കുഞ്ഞിൻ്റെ ചുണ്ടും നാവുമൊക്കെ നീല നിറമാകുന്നത് ഓക്സിജൻ കുറയുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. അടുത്തതായിട്ട് മലമൂത്ര വിസർജനമാണ് ശ്രദ്ധിക്കേണ്ടത്. 24 മണിക്കൂർ കഴിഞ്ഞിട്ടും കുട്ടി മൂത്രം ഒഴിച്ചില്ലെങ്കിൽ കുഞ്ഞിന് നിർജ്ജലീകരണം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതൊന്നും ആരെയും പേടിപ്പിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളല്ല. മറിച്ച് ഇത് അറിവുള്ള അമ്മമാരായി ഇരിക്കാനാണ് ഇതിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. Thank you for watching video. Bye bye.